സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് ഇപ്പോൾ ഈവൻ നമ്മളെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ പോലും ഒരു സെക്ഷൽ ഹിസ്റ്ററി എടുക്കാനായിട്ട് ഒരു മടി കാണിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം സെക്ഷൽ ഹിസ്റ്ററി എടുക്കാതിരിക്കുമ്പം നമുക്ക് അവരുടെ ഫാൻറ്റസിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സെക്ഷലായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചോ നമ്മൾക്ക് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നില്ല. അപ്പം നമുക്കറിയാം ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സെക്സ്റ്റിംഗ് അല്ലെങ്കിൽ ചാറ്റിംഗ് ഇങ്ങനെയുള്ളതിലൂടെയൊക്കെ ആളുകൾ സെക്ഷലി സംതൃപ്തി കിട്ടുന്നുണ്ട്. അപ്പം ഈ സെക്സിൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഹസ്ബൻഡിന് ഒരു ഇജാക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെക്സ് സാധ്യമല്ലാതെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ആവാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്ക്രീനിന് അപ്പുറത്തേക്ക് ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സെക്സ് സംസാരിക്കപ്പം ഇപ്പം റിയൽ സെക്സിലാണെങ്കിൽ ഇജാക്കുലേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഇഷ്യൂസോ വന്നാൽ സെക്സ് സന്തോഷമില്ലാത്ത ഒരു ഫീലിംഗ് പാർട്ണറിന് അനുഭവപ്പെടാം. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും പുരുഷന്മാരെന്ന് വെച്ചാൽ അവരെ ഓൺലൈൻ മീഡിയ വഴി അവരെ വേറൊരാളിൻ്റെ മുമ്പ് ക്യാമറ എക്സ്പോസ്ഡ് ചെയ്ത് മറ്റൊരു സ്ത്രീയുടെ സെക്ഷൽ പാർട്സൊക്കെ കണ്ടിട്ട് മാസ്റ്റുർബേഷൻ ബിഹേവിയർ തുടങ്ങും. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അവിടെ വേറെ ആരും അസസ് ചെയ്യാനില്ല. അവർക്ക് അവിടെ ഇറക്ഷൻ വന്നില്ലെങ്കിലും മാസ്റ്റുർബേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവരാരും കുറ്റപ്പെടുത്താനില്ല, അല്ലെങ്കിൽ നാണക്കേട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇവർ കൂടുതലും ഇങ്ങനെയുള്ള സൈബർ സെക്സ് ഇടങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്.